അപ്പോൾ ഇതാ നമ്മൾ തുറപ്പള്ളിയാണ് കേട്ടോ. 4 മണിക്കാണ് പലിച്ചക്ക് എത്തിയത്. ധാന്യൻ്റെ വണ്ടി അപ്പോൾ കാലിച്ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ സൈഡാക്കിട്ടത്. നമ്മളെ വണ്ടി അതാ ഫ്രണ്ടിൽ. അതെൻ്റെ ഒരു അനിയനാണ്. ടാറ്റൊക്കെ തന്നു. അതെൻ്റെ ഒരു അനിയനാണ്. നമ്മളെ മൂത്താപ്പൻ്റെ മകൻ, ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മകന്. ഡ്രൈവർ അനിയൻ, എൻ്റെ നേരെ അനിയനാണ്. അപ്പം ഞാൻ നേരെ കാട്ട് കയറട്ടെ. സമയം 7:15. വൈകി എത്തിയതുകൊണ്ട് കുറച്ചു നേരം കടന്നു. ഒരു 7 മണി വരെ കടന്നു. 4 മണിക്കാണ് ഇവിടെ എത്തിയത്. റോട്ടിന് ചോദിടാ, വെയിൽ കായാവുന്നതാണ്. അപ്പോൾ അതാ നമ്മൾ കാട് ഇറങ്ങിട്ടോ. പിന്നെ കുറച്ച് കുടിവെള്ളം എടുക്കണം. അതാ എൻ്റെ വണ്ടി ബാക്കിൽ വരുന്നുണ്ട്. ശേഷം കുടിവെള്ളം നിറച്ചാലേ വെള്ളം സ്റ്റോക്കൊക്കെ തീർന്നിക്കണം. കുറച്ച് കുടിവെള്ളം നിറക്കണം. അന്തമിട്ട് ഇറക്കല്ലേ, വെള്ളം എടുക്കാം. ഹലോ, സൈഡിൽ എടുക്കുന്ന വണ്ടിയാണ്. അപ്പം നമ്മൾ കുടിവെള്ളം എടുക്കുന്ന പരിപാടി കഴിഞ്ഞു. ഒരു കാലിച്ചായ കുടിച്ചു. അടുത്ത നമ്മളെ പരിപാടി ഗ്രീസ് അടിക്കൽ. കമ്പനി വണ്ടി കമ്പനിയായിട്ട് ഗ്രീസ് അടിക്കാം. അപ്പം അതും കൂടി അടിച്ചാൽ നമ്മളെ വണ്ടിൻ്റെ പരിപാടികളൊക്കെ തീർന്നു. പിന്നെ അങ്ങനെ നേരെ വിട്ടാൽ മതി നമുക്ക് സൈറ്റിക്ക്. ഈ വണ്ടി തുംകൂർക്കാണ്, ഇത് നമ്മളെ വണ്ടി തിപ്റ്റൂർക്കാണ്. അവന് ഗ്രീസ് അടിക്കട്ടെ. ആ വണ്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ അടിക്കാൻ. അപ്പോൾ അതാ നമ്മൾ മൈസൂർ എയർപോർട്ട് ഇതാ ഇവിടെ ഇങ്ങനെ മൈസൂർ ടോൾ കേട്ടോ. ടോളിൻ്റെ ബോർഡ് ഇവിടെ ഇങ്ങനെ പോലീസൊക്കെ നമ്മൾ വണ്ടികൾ പിടിച്ചിട്ടാണ്, ലോറികൾ. CM വരുന്നുണ്ട് തോന്നുന്നു എയർപോർട്ടിക്ക്. CM വരികയാണോ പോവുകയാണെന്ന് അറിയില്ല. ഏതായാലും ഇവിടെ എയർപോർട്ടിക്ക് അപ്പോൾ 5 മിനിറ്റ് സൈഡാക്കിയെന്ന് പറഞ്ഞാണ് സൈഡാക്കിയിട്ടാണ്. കുറേ വണ്ടികൾ അങ്ങനെ കയറി പോകണം. ഇതൊക്കെ പിടിച്ചെടുക്കും. CMൻ്റെ വരവും പോക്കൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. റോഡ് തുറന്നു, വണ്ടി വിട്ടു. പക്ഷെ ആകെ ബ്ലോക്കാണ്. ഇതെല്ലാം കൂടി മൈസൂർ സിഗ്നൽക്കല്ലേ ആകെ ബ്ലോക്ക്. അപ്പോൾ ഞാൻ ക്യാമറ നമ്മളിതാ പാണ്ഡവപുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ.
പാണ്ഡപുര കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നല്ലൊരു തണൽ കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോഴേ നമ്മൾ 2 വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം ഈ ചൂടത്ത് ഓടിക്കാണ്ട് നമ്മൾ ഇനി വൈകുന്നേരം നമ്മൾ സ്പോട്ടിലെത്തുള്ളൂ. അപ്പോൾ അവിടെ കിടക്കേണ്ടി വരുന്നു. അപ്പോൾ ഭക്ഷണം പുറത്ത് കഴിക്കേണ്ടി വരും, വലിയ പട്ടിണി കിടക്കേണ്ടി വരും. അപ്പോൾ വഴിയിൽ നിന്ന് കുറച്ച് മീൻ വാങ്ങിക്കാണ്ട് ഇങ്ങനെ പോകുന്നതാണ്. ലേശം ചോറ് കറി ഉണ്ടാക്കിക്കാണ്ട് അത് കഴിച്ചിട്ട് വൈകുന്നേരം ചൂടാറിയിട്ട് പോയാൽ ഇത് നല്ല ചൂടാണ്. വണ്ടിയും ക്ഷീണിക്കും, നമ്മളും ക്ഷീണിക്കും, ആകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഏതായാലും ഇന്ന് ഒരുപാട് വൈകി, ബ്ലോക്ക് CMൻ്റെ വരവ് ഒക്കെ ആയിട്ട് അപ്പോൾ അതിനെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കട്ടെ. എന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ യാത്ര തുടരണം. കുറച്ച് പോയി കഴിഞ്ഞാൽ മായാസാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 2 വണ്ടി 2 വഴിക്ക് തിരിട്ടോ. ഞാൻ ടിപ്പൂർ ഭാഗത്തേക്ക് തിരും, ലെഫ്റ്റിക്ക് റൈറ്റിക്ക് തുംകൂർ ഭാഗത്തേക്ക് അനിയൻ്റെ വണ്ടി ഇതും തിരിയും. സൽമാന റെഡിയായോ? അപ്പോൾ നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ലൊക്കേഷനിൽ കൂടെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് ചിരട്ടകൾ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടല്ലേ, ലോഡ് ഇറങ്ങിയതാണ്. ഇവിടെ ഉണ്ട്. ഇപ്പം നമ്മളിത് എവിടെ തട്ടുന്നാവും. ലോഡിങ്ങാർ വരട്ടെ, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ ആരെപ്പോൾ എത്തുന്നാവും. ഇത് പൊടിച്ച ചിരട്ടാണ്. ഇത് കരിയാക്കിയിട്ട് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. അവിടെ ഇങ്ങനെ കരിയാക്കിയിട്ട് ലോഡിങ് നടക്കുന്നുണ്ട്. എന്തായാലും ആവട്ടെ. അപ്പോൾ വണ്ടി സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ തട്ടാതെ തോന്നണം, അങ്ങോട്ട് സൈഡാക്കിയിട്ടുണ്ട്. കയറിങ്ങനെ കഴിക്കാം. കയറെല്ലാ ഹുക്കിനും ലോക്ക് ഇട്ടോണ്ടേ 2 സൈഡും നിറന്ന് കഴിക്കാം. ലോക്ക് ഉള്ളതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് വലിച്ചാൽ കിട്ടില്ല. ഒക്കെ ലോക്കാം, ഫുൾ ലോക്കാം. ആ സൈഡിൽ ലോക്കാം. അപ്പോൾ ഇങ്ങനെ നടക്കണം വണ്ടിക്ക് ചുറ്റും. അങ്ങനെ എന്താ പായൊക്കെ കഴിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ മേലെ ഇങ്ങനെ നടക്കാനേ തീരെ ധൈര്യമില്ല. ഇക്കാറില്ലാത്ത സാധനമല്ലേ, തള്ളുക അല്ലെങ്കിൽ കൂടി താഴ്ക്ക് പോയി. ഇപ്പോൾ JCBക്ക് മാന്താണോ സംശയമുണ്ട്. JCB ഇവിടെ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ട്. പൊട്ടിച്ച് ചിരട്ടത് അവിടെ ചൂളിക്കിരുന്ന്, പൊട്ടിച്ചാത്ത ചിരട്ട അവിടെ ചൂളിക്കിരുന്ന്, ചൂളിക്ക് ഇട്ട് കയറി അവിടെ ലോഡ് കയറ്റണം. ഓരോരോ പരിപാടി അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അൺലോഡിങ്. ഞാൻ ബെൽറ്റ് ഒന്നുണ്ട് ബാക്കിൽ, ഒന്ന് കഴിച്ചത്. ബെൽറ്റ് കഴിക്കണം, ബെൽറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് സ്ഥലമില്ലല്ലോ നിൽക്കാനുള്ള. പഠിച്ചാൽ JCB അതാ ലോറിക്ക് കയറിപ്പോ. അത് പെട്ടെന്നുണ്ട് ഇറക്കൽ. കയറ്റാനൊരു ദിവസമാണെങ്കിലും അരമണിക്കൂർ മതി ഇറക്കാൻ. അപ്പോൾ നമ്മുടെ ലോഡ് കാലിയായിട്ടുണ്ട്. 2 വലിക്കൽ വലിച്ചാൽ സംഗതി തീർന്നു. ഇനി നമുക്ക് ഈ ചാക്കൊക്കെ ഒന്ന് അയച്ച് സെറ്റാക്കണം. നമ്മളെ പണിയെടുക്കണം, ഒന്ന് അടിച്ചു വാരൊക്കെ ചെയ്യട്ടെ. അടുത്ത ലോഡ് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ നിർദ്ദേശങ്ങൾ ഒക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.